Hi friends, welcome to Mates. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണ്ട ആക്റ്റീവയുടെ എഞ്ചിൻ ഓയിലും അതേപോലെ ഗിയർ ഓയിലും ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഏറ്റവും താഴെ അവിടെ ഒരു ബോൾട്ട് കാണാം. ആ ബോൾട്ടാണ് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ബോൾട്ട്. അതേപോലെ തന്നെ ഈ മുകളിൽ ഒരു ക്യാപ്പ് കാണാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ഇതിലൂടെയാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ക്യാപ്പ്, ആ ഒരു സ്റ്റിക്ക് എന്ന് പറയുക, ഓയിൽ സ്റ്റിക്ക് എന്ന് പറയും. പല ആളുകൾ പല പേരും പറയും. അപ്പോൾ എന്തായാലും നമുക്ക് താഴെയുള്ള ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് 17ൻ്റെ ഒരു റിംഗ് സ്പാനർ, അതല്ലെങ്കിൽ ബോക്സ് സ്പാനർ വേണം ഉപയോഗിക്കാൻ. നമ്മുടെ സാധാരണ ഡബിൾ എൻഡ് സ്പാനർ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒഴിവാക്കുന്ന ഓയിൽ പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഏതെങ്കിലും പഴയൊരു ഓയിലിൻ്റെ ക്യാനോ അതല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു പാത്രം, ഒരു ടിന്ന്, എന്തെങ്കിലും ഒരു സംഭവം താഴെ റെഡിയാക്കി വെക്കുക. ഇതുപോലെ ബോൾട്ട് റിമൂവ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഓയിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓയിൽ പിന്നെ ഇതുപോലെ ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ബൈക്കൊന്ന് വാമപ്പ് ആയിരിക്കണം. ഒരു 2-3 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വരിക, അതല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇടുക. ഒരുപാട് നിങ്ങൾ ഓടിയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് കൂളാവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മാക്സിമം ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയണം, കാരണം പഴയ ഓയിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പഴയ ഓയിൽ മാക്സിമം പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എന്തെങ്കിലും കുറച്ചൊരു ഹൈറ്റുള്ള എന്തെങ്കിലും ഒരു കട്ട എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും കുറച്ച് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ മാക്സിമം നമുക്ക് ഓയിൽ ഡ്രെയിൻ ആക്കാൻ പറ്റും. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക. അവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ഇവിടെ ഒരു ഓയിൽ .12L എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോൾട്ടും കാണാം. അതിൻ്റെ താഴെ തന്നെ ആയിട്ട് മറ്റൊരു ബോൾട്ട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 2 ബോൾട്ടുകളാണ് നമ്മുടെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും താഴെയുള്ളത് ഡ്രെയിൻ ചെയ്യുന്ന ബോൾട്ടും മുകളിലുള്ളത് ഫില്ല് ചെയ്യുന്ന ബോൾട്ടുമാണ്. 12ൻ്റെ റിങ് അല്ലെങ്കിൽ ബോക്സ് സ്പാനർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു പഴയൊരു ഓയിലിൻ്റെ അങ്ങനെ എന്തെങ്കിലും വല്ല പാത്രം ഒന്ന് സെറ്റാക്കി വയ്ക്കുക. എന്നിട്ട് താഴെയുള്ള ബോൾട്ട് അഴിക്കുന്ന സമയത്ത് പിന്നെ കറക്റ്റ് ആ ഓയിൽ വീഴുന്ന രീതിയിൽ പാത്രം താഴെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അധികമൊന്നും ഉണ്ടാവില്ല. മിക്ക സ്കൂട്ടറുകൾക്കും 100 അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ 120 മില്ലി വരെയൊക്കെ മാക്സിമം ഈ ഗിയർ ഓയിലിൻ്റെ അളവ് വരുള്ളൂ. അപ്പോൾ ചെറിയൊരു പാത്രമായാലും കുഴപ്പമില്ല. നമ്മുടെ ഗിയർ ഓയിലിൻ്റെ കളർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല കളർ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്ന പോലെ തോന്നുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, വണ്ടി അധികം ഓടാത്ത വണ്ടിയാണത്. പക്ഷേ എഞ്ചിൻ ഓയിൽ നമ്മൾ വണ്ടി ഓടിയിട്ടില്ലെങ്കിലും മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി കൊടുക്കണം. 4 മാസമൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും മാറ്റി കൊടുക്കണം എന്നാണ് എഞ്ചിൻ ഓയിൽ. ഗിയർ ഓയിൽ നമുക്ക് ഏകദേശം ഒരു 3-4 പ്രാവശ്യം എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗിയർ ഓയിൽ മാറ്റാനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഞാൻ എഞ്ചിൻ ഓയിൽ മേടിച്ച സമയത്ത് അതിൻ്റെ കൂടെ കോംബോ പാക്കായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഗിയർ ഓയിലും കൂടി ചേർന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇതിന് യൂസ് ചെയ്യേണ്ടത് 10W30 എന്ന SI നമ്പറുള്ള ഓയിലാണ്. അത് 800 മില്ലിയാണ് അതിൻ്റെ അളവ് വേണ്ടത്. അപ്പോൾ ഈ കോംബോ പാക്കിന് MRP വന്നിട്ടുള്ളത് 334 എനിക്ക് 320 രൂപയാണ് അവിടെ നിന്ന് മേടിച്ചത്. ഈ പ്രൈസ് ആ ഒരു പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ മാത്രം പ്രൈസാണ് 308. പിന്നെ അതുപോലെ നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജാസോ MB എന്നുള്ള ആ ഒരു പിന്നെ പേരായിരിക്കണം. സ്കൂട്ടറുകൾക്ക് സാധാരണ MB എന്നുള്ള ഒരു സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം മാക്സിമം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഭാഗത്തും പിന്നെ ഡ്രെയിൻ ബോൾട്ട് ഇടുന്ന ഭാഗത്തും പഴയ ഓയിലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ അഴിച്ചെടുത്ത ബോൾട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ബോൾട്ടിൻ്റെ കൂടെയുള്ള വാഷർ നല്ല കണ്ടീഷനിൽ തന്നെ അല്ലേ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. ചെറിയ പൊട്ടലോ എന്തെങ്കിലും ക്രാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് ചെറിയ ക്രാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓയിൽ ലീക്കാവും. അതുപോലെ ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോഴും പിന്നെ ഒരു ഏകദേശം ടൈറ്റായി എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു പിന്നെ പൊസിഷനിലെത്തുമ്പോൾ നിർത്തണം. ഒരുപാട് മസിൽ പിടിച്ച് ടൈറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു ക്യാനിൽ തന്നെ ഇതുപോലെ ഒരു ഫണൽ പോലെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കുക. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കുലുക്കുക. കാരണം കുറേ കാലങ്ങളായിട്ട് ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് സംഭവം. ഇനി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഫണൽ ഇവിടെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫണൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് അതില്ലാതെ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മിനറൽ ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇത് നോർമലി നമ്മൾ ഇതുപോലുള്ള ഓയിലുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോണ്ടയുടെ പിന്നെ 800 ml MB ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഏകദേശം 3000 കിലോമീറ്ററിലാണ് നിങ്ങൾ ഓയിൽ മാറ്റേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ സെമി സിന്തറ്റിക് ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയും ചിലപ്പോൾ 4000 5000 വരെയൊക്കെ ഓടുന്നു പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സെമി സിന്തറ്റിക്കിൻ്റെ ആവശ്യമില്ല ഇതിന് ഉപയോഗിക്കേണ്ടത്. നമ്മളെ മിനറൽ ഓയിൽ തന്നെ 3000 കിലോമീറ്ററിൽ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ കണ്ടില്ല, ആ ഒരു ഗ്രിപ്പിൻ്റെ മുകളിലേക്ക് ഓയിൽ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതുപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും പഴയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴി ഓയിൽ ലീക്കോ അതല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓയിലും ഈ നമ്മുടെ പെട്രോളിൻ്റെ കൂടെ ചിലപ്പോൾ കത്തിപ്പോകും. അങ്ങനെ ചിലപ്പോൾ ഓയിലിൻ്റെ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഗിയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ, 80W90 എന്നുള്ള നമ്പറിലുള്ള ഓയിലാണ് ഗിയർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 80W90 ഇല്ലെങ്കിൽ വെറും 90 ഗ്രേഡ് ഓയിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും എൻജിൻ ഓയിൽ ഗിയർ ഓയിലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം രണ്ടിന് വിസ്കോസിറ്റി മാറ്റമുണ്ട്, രണ്ട് ഉപയോഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ എൻജിൻ ഓയിൽ നമ്മളൊരു 3000-4000 മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗിയർ ഓയിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാറ്റിയാൽ മതി. ഏകദേശം ഒരു 15000 അല്ലെങ്കിൽ ഒരു 20000 എങ്കിലും ആ ഒരു കിലോമീറ്റർ റേഞ്ചിൽ ഗിയർ ഓയിൽ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലുള്ള കോംബോ പാക്കുകൾ നിങ്ങളവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ 2 പ്രാവശ്യം മാറ്റുന്ന കൂട്ടത്തിൽ ഇത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പഴയ ഗിയർ ഓയിൽ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ താഴെയുള്ള ബോൾട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒരു ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കണ്ടില്ലേ, അങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ നേരെ ആണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ ഒന്നും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ചെരിച്ച് വെക്കുക, അല്ലെങ്കിൽ ചെരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ എന്താ പറയുക ഓയിൽ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് ആ ഒരു കുറച്ചും കൂടി ഒരു സേഫ്റ്റി ആയിട്ട് നമുക്കിങ്ങനെ ചെരിച്ച് വെച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇനി നമുക്കിത് അതുപോലെ ഫില്ല് ചെയ്യാം. കണ്ടില്ലേ, ജസ്റ്റ് ഇത് അതുപോലെ ആദ്യം ഇങ്ങനെ ജസ്റ്റ് പിടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വളരെ പതുക്കെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്യരുത്, കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ആ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പതുക്കെ സമയമെടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു ബോൾട്ടും ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ടൈറ്റ് പിന്നെ അങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ടൈറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തണം. കാരണം ഒരുപാട് ടൈറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ത്രെഡോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഉള്ളിൽ ത്രെഡ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വൻ പണിയായിത്തീരും. ഇനി നമ്മൾ ചാവി ഓഫ് ചെയ്തതിന് ശേഷം വണ്ടി ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം കിക്കറൊന്ന് അടിക്കുക. ജസ്റ്റ് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പമ്പാവാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഐഡിൽ സ്പീഡിൽ മാത്രം ഒന്ന് വർക്ക് ചെയ്യിക്കുക. അതിനുശേഷം നമുക്ക് വണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ജസ്റ്റ് നമ്മളെ ടയർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മുന്നോട്ടും ഒന്ന് ബാക്കോട്ടും ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ പെട്ടെന്ന് ഒന്നുകൂടി ഡ്രെയിൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു മെക്കാനിക്കൊന്നുമല്ല, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു തരിക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് പറയുക. അതുപോലെ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓണാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.